വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യോനാ പുസ്തകത്തിന്റെ 2-ാം അധ്യായം. വലിയ മത്സ്യത്തിന്റെ വയറ്റിലിരിക്കുമ്പോൾ യോനാ ദൈവത്തോട് നടത്തിയ പ്രാർത്ഥനയാണ്. ഇത് സങ്കീർത്തനത്തിന്റെ രൂപത്തിലുള്ള നന്ദിയും പശ്ചാത്താപവും നിറഞ്ഞ പ്രാർത്ഥനയായി കാണപ്പെടുന്നു. യോനാ തന്റെ ദുരിതത്തിൽ ദൈവത്തോട് വിളിച്ചു. ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. തിരകൾ, വെള്ളപ്പൊക്കങ്ങൾ, മലകളുടെ അടിത്തറ വരെ മുങ്ങിയ അവസ്ഥയെ യോന വിവരിക്കുന്നു. അവൻ വീണ്ടും ദൈവത്തിന്റെ വിശുദ്ധാലയത്തിലേക്ക് നോക്കുന്നു, പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. വിഗ്രഹങ്ങളെ ആശ്രയിക്കുന്നവർ നഷ്ടപ്പെടുന്നു. എന്നാൽ യോന യഹോവയ്ക്ക് യാഗമർപ്പിക്കുമെന്നും നേർച്ചകൾ കഴിക്കുമെന്നും പറയുന്നു. ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചു. അത് യോനായെ കരയിൽ ഛർദ്ദിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിന്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് എന്റെ നിലവിളി കേട്ടു. യോന 2-ാം അധ്യായം 2-ാം തിരുവചനം. പർവ്വതങ്ങൾ വേരുപാകിയിരിക്കുന്ന സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു. അതിന്റെ ഓടാമ്പലുകൾ എന്നെ എന്നേക്കുമായി അടച്ചുപൂട്ടി. എങ്കിലും എന്റെ ദൈവമായ കർത്താവെ, അങ്ങ് എന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. യോന 2-ാം അധ്യായം 6-ാം തിരുവചനം. എന്നാൽ ഞാൻ കൃതജ്ഞതാസ്തോത്രങ്ങൾ ആലപിച്ച് അങ്ങേക്ക് ബലിയർപ്പിക്കും. ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും. കർത്താവിൽ നിന്നാണ് രക്ഷ. യോന 2-ാം അധ്യായം 9-ാം തിരുവചനം. ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നമ്മുടെ നിലവിളി കേൾക്കുന്നു, രക്ഷ നൽകുന്നു എന്നതാണ്. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.